മണ്ണ് തീരാണ്ടാവില്ല. മണ്ണില്ലാതെ ഈ മെറ്റലിലാണ് ഇത് എല്ലാ കൃഷിയും ചെയ്യണം. എക്കോപോണിക്സ് പറയാ എന്ത് കൃഷിയും പോയി ചെയ്യാം. ഇതാ ഇപ്പൊ ഇതിൽ മുന്തിരിയാണിത്, നേരത്തെ കണ്ടാണ്. കായുമാണെങ്കിൽ ഇവിടെ അതാ പൊത്ത കായാണെങ്കിൽ ഇവിടെ കാണാം. മൾബറിയാണ്. ഇതിൽ കായ്ക്കാൻ വളരെ പ്രയാസമാണ് തോന്നുന്നുണ്ട്. കാരണം മഞ്ഞ് മുകളിൽ വീണെങ്കിൽ മാത്രമേ കായ്ക്കുള്ളൂ. ഇതൊരു പരീക്ഷണത്തിന് ചെയ്താലേ. ഇന്ന് നമ്മളുള്ളത് എൻ്റെ സ്വന്തം നാട്ടിലാട്ടോ, അതായത് കോഴിക്കോട് എയർപോർട്ടിനടുത്ത് ഐക്യരപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ നമ്മൾ ഇവിടെ ഇപ്പം നിൽക്കുന്ന ഈ ഒരു വലിയൊരു ഫാമിലാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തും അതുപോലെ തന്നെ എൻ്റെ കൂടെ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന പ്രവാസിയായിട്ടുള്ള എൻ്റെ സുഹൃത്ത് പ്രയീത്ത് എന്ന് പറയും. ആളും ആളുടെ ഒരു അയൽവാസിയായിട്ട് രണ്ടുപേരും കൂടെ നടത്തുന്ന ഈ ഒരു ഫാമിനെ കുറിച്ചുള്ള വീഡിയോ ആട്ടോ ഇന്ന്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോകാൻ നേരത്താണ് നമ്മൾ ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യുന്നത്. ഒരെണ്ണം വലിയ ഇതുണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാകുന്ന ആ ഒരു ചെടി ആ ഒരു ടയറിനുള്ളിലൂടെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. ഇതിൻ്റെ ഈ തുമ്പത്തല്ലേ ഫ്രൂട്ട് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഇതുണ്ടോ, ഇഷ്ടംപോലെ ജാതിക്ക ഉണ്ടായി നിൽക്കുന്ന ഒരു മരം ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഫോറസ്റ്റിലെ മരങ്ങൾ കൊണ്ടുവന്ന് നട്ട് വളർത്തിട്ട് കാടാക്കിയതാണ്. എല്ലാം അങ്ങനെ വിളിച്ചതാ. അത് കപ്പലിലെ പൂവ് മിറാക്കിൾ ഫ്രൂട്ട്, അത് ഫ്രൂട്ടാണ്. അത് തിന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് കായെന്നാലും മധുരമായിരിക്കും. ഗ്രേറ്റ് നെയിം അഥവാ ഏറ്റവും കൂടുതൽ വെറൈറ്റി ആണ്. ഏത്തം കൊണ്ട് വെള്ളം കോരുന്ന സിസ്റ്റം കേട്ടോ. ഇതുണ്ടോ, നേരത്തെ നമ്മൾ പറഞ്ഞാൽ മാങ്കോസ്റ്റില്ല, അതിവിടെ കംപ്ലീറ്റ് ഇവിടെ കായകളുണ്ട് കേട്ടോ. ഇതിപ്പോൾ എപ്പോഴാണ് പറിക്കാനാവുക? കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഒക്കെ കളർ മാറുമല്ലേ. ബയോഗ്യാസിന്റെ ടാങ്ക് ചാണകം നേരത്തിൽ വരും, നേരെ അതിന്റെ അടിയിലേക്ക് വരും. അതിന് ഗ്യാസ് ഈ പൈപ്പ് വഴി വീട്ടിൽ പോകും കത്തിക്കാനാ പോണേ. 25 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് ഉച്ചക്കത്തെ പെരയുള്ള ഫുഡിന്റെ സമയം കഴിഞ്ഞ ശേഷം വരുന്ന വേസ്റ്റ് വരുന്ന ഗ്യാസ് ആണ് ഇപ്പൊ തിളക്കുന്നത്. ഈ തിളച്ചോണ്ട് നിൽക്കണതാ ഏറ്റവും പവറാ ഇതല്ല നൂറും നീ കൂടി അപ്പുറം പോയി വെച്ചിട്ടാ ഏറ്റവും കുറവിതാ. എത്രയും കൊടുക്കാം. തീക്കൊരു ബ്ലൂ കളർ അല്ലേ? മീൻ വളർത്തൽ എക്കോപോണിക്സ് എന്നാണ് പറയാ. മീൻ വളർത്തലാണ്. മീനിന്റെ വളത്തിൽ മാത്രം ഉണ്ടാണ്. ഇതിൽ മണ്ണില്ല, മണ്ണ് തീരാണ്ടാവില്ല. മണ്ണില്ലാതെ ഈ മെറ്റലിലാണ് ഇത് എല്ലാ കൃഷിയും ചെയ്യണം. എല്ലാ സാധനം ഉണ്ടാവും. ഈ പൈപ്പ് പോയി ആ വെള്ളം അവിടെ ഇങ്ങോട്ട് വരും, ഇത് ചാടും, തിരിച്ച് റിട്ടേൺ ഈ പൈപ്പ് പോയി ഇങ്ങനെ ഇറങ്ങി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഇറങ്ങിയ വെള്ളം ഈ വെള്ളം ഈ മെറ്റലിൽ കൂടെ അങ്ങോട്ട് പോരും. വെള്ളം അവിടെ നിൽക്കും. ഓക്കെ, വളയും മെറ്റൽ തങ്ങിക്കും. വെള്ളം ഫിൽറ്റർ ചെയ്ത് എത്തിക്ക് വരും. എന്നിട്ട് അത് ഈ പൈപ്പ് ഇറങ്ങും. എന്നിട്ട് താഴത്ത് കൂടെ വലിയൊരു പൈപ്പ് പോകുന്നുണ്ട്. ആ പൈപ്പ് പോയി നേരെ ഇതിൽ വന്നിട്ട് ഇതിൽ നിറയും. അതിലിറങ്ങി നേരെ താന്ന് ആ വലിയ പൈപ്പ് ഈ ലെവലിൽ കൂടുതൽ വെള്ളം വന്നാലേ ഇത് ഇങ്ങോട്ട് പോരുള്ളൂ. പോന്നു കഴിഞ്ഞാൽ അടിയനെ പോകും. ആ സിസ്റ്റത്തിൽ ഉള്ളത് പോരും. അങ്ങനെ ഇതായിക്ക് പോവും. എന്ത് കൃഷിയും പോയി ചെയ്യാം. ഇതാ ഇപ്പൊ ഇതിൽ മുന്തിരിയാണിത്. നേരത്തെ കണ്ടാണ്. കായുമാണെങ്കിൽ ഇവിടെ അതാ പൊത്ത കായാണെങ്കിൽ ഇവിടെ കാണാം. തട്ടി കയറി കിട്ടും വെച്ചാൽ തള്ളിയിട്ട് പോയി. അതാ സ്വന്തം നാട്ടിൽ മുന്തിരി പറിച്ച് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു അടിപൊളി സംഭവം. അപ്പോൾ നമുക്ക് അവിടെ ഏണി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് പിന്നെ പഴുത്ത മുന്തിരി നമുക്ക് പറിച്ച് കഴിക്കാം. അതും ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ ഉണ്ടാവണം. വേറെ ഒന്നിട്ട് കൊടുക്കുന്നില്ലല്ലോ. ഇതിൽ പറയാം. ഞാനിപ്പോ ഞാൻ രാസവളം ഉപയോഗിക്കണോ കീടനാശിനി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങളോണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഇതിൽ നടക്കൂല. കാരണം ഇതിൽ എന്ത് നമ്മൾ ഉപയോഗിച്ചാലും അപ്പൊ ഞാൻ പറയുന്നതിൽ കളവില്ല എന്നുള്ള 100% വിശ്വസിക്കാൻ പറ്റും. കാരണം ഇതിൽ എന്ത് നമ്മൾ ഉപയോഗിക്കണോ അത് വെള്ളത്തിൽ വരുന്ന അവിടെ ചെല്ലും, മീൻ അടച്ചാവും. പിന്നെ വേറെ കാര്യം, ഇപ്പൊ ഈ മുന്തിരി ഇതാ ഇത്രയും പന്തല് കാര്യങ്ങളുള്ള മുന്തിരി ഇത് ഇവിടെ മൊത്തം പടരണമെങ്കിലും ഈ ഒരു തന്നെ പോലെ. അതുപോലെ തന്നെ ഇതെന്താ ഈ സാധനം ഈ പടർത്തിയിരിക്കുന്നത്? ഇത് ഈ സാധനം ഇതിപ്പോ പോണ കുമ്പളാണ്. ഇത് നമ്മളെ കുറ്റിക്കുരുമുളക് എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് വായി വരികയാണ്. ഇതിപ്പോ വെച്ചിട്ടുള്ള ഒരു മാസം ആവണ വിളിയാണ് തൈ ഉണ്ടാക്കി വെച്ചിട്ട്. ഇത് മുളക്. പിന്നെ പപ്പായ ചെടി ഇവിടെ ഉണ്ട്, മുളക് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിറയെ കായുണ്ട്. അത് ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്താ. പിന്നെ ഈ സാധനമല്ലേ, ഇതെന്താ? ഇത് നമ്മളെ മൾബറിയാണ്. ഇതിൽ കായ്ക്കാൻ വളരെ പ്രയാസമാണ് തോന്നുന്നുണ്ട്. കാരണം മഞ്ഞ് മുകളിൽ വീണെങ്കിൽ മാത്രമേ കായ്ക്കുള്ളൂ. ഇതൊരു പരീക്ഷണത്തിന് ചെയ്താലേ. ഇപ്പൊ ഈ പോണത് ഇപ്പൊ കയ്പാണ്. ഈ വള്ളി കയ്പാണ്. അടി കൂടെ നോക്കിയാൽ കയ്പ ഫുൾ ഉണ്ട്. നമുക്ക് താഴെ ഇറങ്ങി എടുക്കാം. ഇത് മറ്റേതല്ലേ, ക്യാബേജ് അല്ലേ? കോളിഫ്ലവർ. ക്യാബേജ് ഇതാ ഉണ്ടായില്ലല്ലോ. അങ്ങനെയല്ല, ചെറുതായിട്ട് പിടിച്ചു വരുന്നു. ഇത് ഈ ഒരു ഇതില്ലേ, ഇത് ഞാൻ പല ഇതിലും എക്കോപോണിക്സ്
അസോളാണ്. സോള ഇത് എന്തിനു ഉപയോഗിക്കണം? ആ മീൻ കൊടുക്കണം. തീറ്റ. ആ തീറ്റ എന്താ മീനിന് കൊടുത്താടാ ഇത് ഓക്കെ നാളേക്ക് ആവും. ആവൂല്ലേ? അപ്പോൾ ഡെയിലി ഇങ്ങനെ ഇത് ഒന്നായി ഒരു ദിവസം ഇന്ന് കൊടുക്കും, ഒരു ദിവസം ഇതിന്ന് കൊടുക്കും. അപ്പോൾ ഇത്രയും മതി. അല്ല ഇത് നമ്മൾ തീറ്റ മറ്റേ മീൻ തീറ്റ കൊടുക്കും. ഈ തീറ്റന്റെ ചെലവ് കുറക്കാൻ ഇത് ഉപയോഗിക്കണം അല്ലേ? ഇതിലിപ്പോൾ എന്തൊക്കെ മീനുള്ളത്? ഇതില് അത് ഇത് കാണുന്നത് റെഡ് ബിലാപ്പി എന്ന് പറഞ്ഞാൽ ആ അതിൽ കാർപ്പുണ്ട്, ആ കോഴിക്കാർപ്പുണ്ട്, ആ ആ പിന്നെ വൈറ്റ് വാളുണ്ട്, ആ പിന്നെ അതിൽ നല്ല സാധാരണ നമ്മളെ ഉപയോഗിക്കുന്ന പിലാപ്പിയുണ്ട്. കരിമീൻ ഉണ്ട് ഇതില്. കരിമീനാണ് കാണുന്ന കറുപ്പ്. ഞാൻ വിചാരിച്ചതൊക്കെ കളർ കാണുന്നുണ്ടോ? അത് വാളയും അല്ല അല്ല കറുപ്പ് മീൻ കണ്ടില്ല. ആ ബ്ലാക്ക് അത് നമുക്ക് ഈ വെള്ളത്തിന്റെ കളർ ഇങ്ങനെ ലൈറ്റ് ഇട്ടെടുത്ത കൊല കൊലത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഈ റെഡ് ഈ ഗോൾഡൻ ഫിഷ് അല്ലേ, ഇത് നമുക്ക് കറിക്കൊന്നും ഉപയോഗിക്കില്ലല്ലോ? ഇതിന് മറ്റേ ഉപയോഗിക്കും, റെഡ് പിലാപ്പി ഉപയോഗിക്കും. അതിപ്പോ റെഡ് ഇത് പറയാൻ പറ്റില്ല. സംഗതിയിൽ പറഞ്ഞാൽ അത് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ കല്യാണത്തിന് ചെമ്പല്ലി എന്ന് പറഞ്ഞാണ്ട് പൊള്ളിക്കാൻ പോണത് നമ്മൾ ഈ റെഡ് പിലാപ്പിയാണ്. അതിൻ്റെ ഒരു ചെറു തട്ടിപ്പാട് എല്ലാവരും ചെയ്യേണ്ടതല്ല. നമുക്ക് ഇത് ഒന്ന് ഒരു വല ഇതിനെ കോരി എടുക്കാം. എടുത്ത് വരും, നമ്മൾ എടുത്തുകൊണ്ട് വരും. ഇതിലിപ്പോൾ എത്ര മീനുണ്ട്? ഒരുപാട് മീനുണ്ട്. ഒരു 750ഓളം ഇപ്പോൾ ബാക്കിയുണ്ടാവും. ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലുണ്ടല്ലോ അല്ലേ? ഇത് ചെമ്മീനാണ്, ചെമ്മീൻ പൊടിയാണ്. ഇതിന് മീനിന്റെ തീറ്റ എന്ന് തന്നെ പറയാം. പേരൊന്നുമില്ല. സ്റ്റാർട്ട് മീനിന്റെ സ്റ്റാർട്ടർ എന്നൊക്കെ പറയും. അതിലിതാ പിലാപ്പി ഉണ്ട്, വലിയ പിലാപ്പി ഉണ്ട്. അതാ നമുക്ക് ഇങ്ങനെ വലയിൽ പിടിക്കാൻ പറ്റും. പിടിച്ചെടുക്കും ഞങ്ങള്. ഇങ്ങനെ വരും. മീൻ വിൽക്കലുണ്ട് ഇവിടുന്ന്? ഒരു 2 മാസം കൂടി കഴിയുമ്പോൾ വലുതാവും. വലുതാവും. നമുക്ക് കാണാൻ വേണ്ടി ഇതും പിടിക്കാൻ പറ്റും വലയിൽ? വലയില്ലേ കിട്ടാൻ പണിയോ ഇങ്ങനെ അടിച്ചേണ്ടി വരും. ഇങ്ങനെ അടുപ്പിച്ചോളി. അതിന് വലിപ്പത്തൊക്കെ അരിച്ച് കിട്ടും. അത്രയൊക്കെ കിട്ടുമെന്ന് തോന്നുള്ളൂ. ഒരെണ്ണം വലിയ അങ്ങനെ കഴിച്ച് കുറച്ചേരം നിൽക്കട്ടെ. വെള്ളം ഇളകാതെ പോലെ വരുമ്പോൾ കാണാം. എത്ര ടൈമാ തീറ്റ? ഒറ്റ നേരം. ഇന്നിപ്പോ എക്സ്ട്രാ ആണ്. അതാ നോക്കിയാൽ വലിയ പിലാപ്പിയാണ്. ഒക്കെ വലിയ ഇത് മീൻ ഈറ്റും കൂടുതൽ കൊടുക്കാൻ ചില്ല. അങ്ങനെ പ്രശ്നമുണ്ട് മീനൊക്കെ. ഇത് ഫുൾ ടൈം കറണ്ട് ഇൻവേർട്ടറാണ്. ആ പച്ചപ്പൈപ്പ് കാണുന്നത് അവിടെ ഒരു മോട്ടറുണ്ട്. ആ മോട്ടറിന് ചെറിയൊരു മോട്ടറുണ്ട്. ആ മോട്ടറാണ് അത് ഇങ്ങനെ ടാങ്കിന്റെ അടി കുഴിഞ്ഞു വരും. അപ്പൊ മീനിന്റെ കാഷ്ടങ്ങളൊക്കെ ആ സ്ഥലത്തേക്ക് വരും. അതിന്റെ അടി ഇങ്ങനെ ഒരു ചെറിയ കുഴി ഉണ്ടാവും, നടുക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പ്. എന്നിട്ട് അതിന്റെ അടിയിൽ നമ്മളെ പഴയ തുപ്പിക്കൊടക്ക മാതിരി നിൽക്കുന്ന ഒരു സാധനം. ഒരു മോട്ടർ ആ സെന്ററിൽ ഒരു മോട്ടർ ഉണ്ടാവും. ആ മോട്ടറിനാണ് ആ വലിച്ചെടുക്കുന്ന വെള്ളം. ആ വലിച്ചെടുക്കുമ്പോൾ മീനിന്റെ കാഷ്ടാണ് മുഴുവൻ വരും. വളരെ വെള്ളം കുറച്ചു അത് ഇതിലേക്ക് വരും. ഈ ടാങ്കിലേക്ക് ഈ പൈപ്പ് പോയി അയച്ചാടും. ഇങ്ങനെ വന്ന് ഈ ചാടി ഇതിലൊരു ഫിൽറ്റർ ഉണ്ട്. ഒരു ബാക്ടീരിയ ഫിൽറ്റർ ഉണ്ട് ഇതിലുണ്ട്. അത് ഇങ്ങനെ വന്ന് ഇതിൽ പോയി ആ പൈപ്പ് പോയി പോകും. ഈ പൈപ്പ് ആ പൈപ്പ് പോയി അയച്ചാടി പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വഴി തിരിച്ച് ഇതിൽ വന്നിട്ട് പൈപ്പോടെ വന്ന് അത് ടൈം അത് വർക്ക് ചെയ്യുന്ന അല്ല ഞാൻ തിരിച്ചു വരുന്ന ഈ സാധനം ആ പൈപ്പ്. എന്നിട്ട് ഇത് പിന്നെ അതാ പോണ വീണ്ടും വലിയ പൈപ്പ്. അത് ടൈമറാണ്. ദിവസം 2 പ്രാവശ്യം. 1 മണിക്കൂറിന് റെസ്റ്റ്. 1 മണിക്കൂർ വർക്ക് ചെയ്യുക, 1/2 മണിക്കൂർ കട്ട് ഓഫ് ആവും. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ കറണ്ട് പെട്ടെന്ന് പോയാൽ എന്ത് ചെയ്യും? കറണ്ടില്ല, ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നു. കറണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും വർക്ക് ചെയ്യും. കറണ്ട് പോയാലും ഫുൾ ടൈം വർക്ക് ചെയ്യും. ഈ ഓക്സിജൻ ഇതൊക്കെ ഫുൾ ടൈം വർക്ക് ചെയ്യും. കറണ്ട് ബില്ല് കൂടില്ലേ? വളരെ കുറഞ്ഞ കറണ്ട്. ഇത് പോണത് അഗ്രികൾച്ചറിന്റെ കണക്ഷൻ അതോ നമ്മുടെ വീട്ടിലെ കണക്ഷൻ? ഇത് അഗ്രികൾച്ചർ കണക്ഷൻ ആകും. അപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് ആരും ഇല്ലാണ്ട് ഒഴിവായി നടക്കും. 2 ദിവസം ആൾ വീട്ടിലില്ലെങ്കിലും നടക്കൂല്ലേ? ഇതിൽ വല്ലതും വന്ന് ചാണോ വീണതോ നോക്കിയാൽ മതി. ആളൊന്നും വേണ്ട. ഇതിന് ആരും വന്നിട്ടില്ലെങ്കിൽ ഒന്നും പ്രശ്നമൊന്നുമില്ല. കാരണം ആ ഇൻവെർട്ടർ ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്സിജൻ വർക്ക് ചെയ്യണം ഫുൾ ടൈം. ഞാൻ PH വാലി ആദ്യ കാലത്തിൽ ടെസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ കുറച്ച് കാലം ഞാൻ ടെസ്റ്റ് ചെയ്യാതെ നോക്കുമ്പോൾ നമ്മളെ വെള്ളത്തിൽ യാതൊരു കുഴപ്പമില്ല. കാരണം നാച്ചുറൽ കുളത്തിലെ വെള്ളമാണ് വരുന്നത്. ആ വെള്ളമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് PHന്റെ ആവശ്യമില്ല. പക്ഷേ വെള്ളം അടിച്ച് നടക്കുമ്പോൾ ഒരു 1/2 കിലോ ഉപ്പ് ഇട്ടുകൊടുത്താൽ മതി. ഉപ്പിട്ടാൽ അങ്ങനെ
ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ഈ pH വാല്യൂ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ വെള്ളമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഏരിയയാണ്. നമ്മളെ മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിലുള്ള ഈ പ്രദേശങ്ങളൊന്നും കടലോയ മേഖലയൊന്നും അല്ലാത്ത ജനം തിങ്ങി പാർക്കുന്ന ഏരിയയിലല്ലാത്ത വെള്ളമാണെങ്കിൽ വലിയൊരു പ്രശ്നമൊന്നും സാധാരണ മത്സ്യങ്ങൾക്കൊന്നും ഇപ്പോൾ വരില്ല. വെള്ളത്തിന് എന്തായാലും സംഭവിക്കും, അപകടം ഉണ്ടാവും. അതുപോലെ വെള്ളം മോശമായിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, അയക്ക് വെള്ളങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്ന മേഖലയിൽ അതിനടുത്തുള്ള കിണറൊക്കെ ആണെങ്കിലും സംഭവിക്കും. ഇന്ത്യത്തിപ്പോൾ നാച്ചുറൽ കുളത്തിലെ വെള്ളമാണ് ഞാൻ അതിൽ ഉപയോഗിക്കണത്. അതിലും മീൻ വളരുണ്ട്, ഇതിലും വളരുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ pH വാല്യൂ അതോ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ടെസ്റ്റ് ചെയ്യാം? അതിന് ചെറിയൊരു കുപ്പി ഉണ്ടോ സംഭവം? ഇല്ല. അല്ല ആവശ്യം വരാത്തതുകൊണ്ട് അത് ട്യൂബിൽ ജസ്റ്റ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ കളർ ഏത് ഇതിൽക്കാ പോകണം നോക്ക്, കണ്ടാൽ മനസ്സിലാവില്ല, പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നല്ല വെള്ളമാണെങ്കിൽ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇല്ലാതാണ് ഞാൻ പോയി ചെയ്യണേ ഇല്ല, കാലങ്ങളായിട്ട് ഇപ്പോൾ അങ്ങനെ ചിന്തിക്കണില്ല. നേരത്തെ അവിടുന്ന് ആ വെള്ളമല്ലേ വരുന്നത്. പൊതുവെ എല്ലാവരും തണുത്ത സ്ഥലത്താണ് മുന്തിരി വളരാന്ന് അല്ലേ, നമ്മൾ അങ്ങനെ കേട്ടത്. നമുക്ക് ആ മുന്തിരി പറിച്ച് കഴിച്ചു നോക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും ചൂടിലുണ്ടാവുന്നത്. പിന്നെ അതല്ല ഇപ്പോൾ ഇവിടെ തണുപ്പല്ലോ, ഇപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് സമയം മാത്രമല്ലേ ചൂടുള്ളൂ. ക്യാമറ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ വാർന്നു കൂടിയില്ല കേട്ടോ. ക്യാമറ പിടിച്ചോ. എങ്ങനെ ഞാൻ ഓക്കെ പറക്കണേ. നാട്ടിലെ മറ്റാൾ ആർഡർ എടുക്കാൻ പോയി നമ്മുടെ സ്വന്തം വില്ലേജിൽ നിന്ന് അല്ലേ, വീടിൻ്റെ അടുത്ത് നിന്ന് മുന്തിരി കഴിക്കുന്നേ. അത് കഴിക്കും മൂത്തില്ല, കൊത്തില്ല, ഫുള്ള് കൊത്തില്ല, പറയണ്ട. എന്തായാലും മുന്തിരി ഈ ഒരു ടൈപ്പ് ഉണ്ടാവുന്നുണ്ടല്ലോ, അതിലുണ്ടാവും, കുറച്ച് മധുരണ്ടാവും. ഇതിപ്പോൾ ആഴ് പണേ ഉള്ളൂ, നല്ലോണം കറക്കണം. ഞങ്ങൾ ഇതിപ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ളൂ, കംപ്ലീറ്റ് പഴുത്തിട്ടില്ല. പക്ഷേ ഇതിന് ആവശ്യത്തിന് പുളിയും ആവശ്യത്തിന് മധുരം അല്ലേ, എല്ലാം കൂടി ഉണ്ടാവും. വേറൊരു കാര്യം കൂടെ ആലോചിക്കണം, അത് നമ്മളെ ഈ ഒരു വീടിൻ്റെ പരിസരമാണ്. ഇവിടെ ഇതുപോലത്തെ മുന്തിരി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അത് ഈ കാലാവസ്ഥയിൽ മുന്തിരിത്തോപ്പാണ്. ഇത് വേണമെങ്കിൽ ഇനിയിപ്പോൾ മൊത്തം ഇങ്ങനെ പടർത്തിയാലും ഈ ഒരു ഇത് തന്നെ പോവില്ലേ, ഭയങ്കര സംഭവം കേട്ടോ. രണ്ടാമത്തെ ഒരു വള്ളി കൂടി പോരാത്തതിന് ഇപ്പം രണ്ടാമത്തെ ഒരു വള്ളി ഇപ്പം കണക്ട് കൊടുത്തത് അടുത്തേ ഉള്ളൂ. അപ്പോൾ ഇത് വർഷങ്ങൾ വഴക്കണ്ടല്ലേ, ഒരു കൊല്ലമായിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഇത്രയും സിസ്റ്റം ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട ടാങ്ക് മുതൽ ഇതോ ഇത്രയും വലിയ ഒരു ഫിൽട്ടർ സിസ്റ്റം, മോട്ടോർ സിസ്റ്റം, ഇതൊക്കെ ഇത് എവിടുന്ന് ആര് ചെയ്താ? ഇത് ചെയ്യണം എന്നുള്ളവർക്ക് വ്യക്തിപരമായിട്ട് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള പ്രാക്ടിക്കലേ ഉള്ളൂ. ഞാനൊരാൾ കൂടി വിളിച്ച് മുസ്തഫ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മോനെ കൂടെ വിളിച്ചിട്ട് മോനെ മകനും കൂടിയാണ് ചെയ്തല്ലേ, രണ്ടാം കൂടിയാണ് ഇതിന്റെ. അവരിത് ഇത് ചെയ്ത് കൊടുക്കുന്ന ആളാണ്, എഞ്ചിനീയറിംഗ് അല്ല അവരിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണോ? അവർ ചെയ്ത് കൊടുക്കാൻ പോണ പരിചയമുള്ള നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ അവനോട് ഞാനൊന്ന് ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് കിട്ടാൻ വേണ്ടി അവരെ കൂട്ടി അവർ രണ്ടാൾ കൂടിയാണ് ഇപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ്. അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ നമ്പർ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ അവരെ നമ്പർ കൊടുക്കാം, നമ്പർ വേണമെങ്കിൽ വിളിച്ച ആളെ കിട്ടും. ആള് തിരക്കുണ്ടാവും, പോണ ആളാണ്. ആ ഒരു ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിൽ വന്ന് ചെയ്യുന്നത് വളരെ വൃത്തിയിൽ ധൈര്യമായിട്ട് നമുക്ക് വിശ്വസിക്കാം. ചോദിക്കാൻ പാടില്ല, എത്ര ചോദ്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഈ ഒരു ഒറ്റ ടാങ്കിലൊരു സിസ്റ്റത്തിന് ഓൾമോസ്റ്റ് എത്ര ഒരു പൈസ? 75 ഉറുപ്പിന്റെ പുറത്ത് വരും. വലുതാട്ടോ, നമ്മൾ ഇത്രയും എണ്ണം വന്നാൽ അതിൽ ഇത്രയും കൃഷിയും അത്രയും മീനും ഒരു 1000 മീൻ ഒരാളുടെ ടാങ്ക് ഉണ്ടാക്കണം. അത് പിന്നെ ഈ നമ്മളെ ഈ വലിയ ടാങ്ക് ഇത് 275 ബാരലാണ്. അതിന്റെ പകുതി കട്ട് ചെയ്ത് 275 ഈ ബാരൽ. ഇതിപ്പോ 225 ബാരലാണെങ്കിൽ ഓരോ ബാരൽ വരുമ്പോൾ നമുക്കൊരു 100-200 ഉറുപ്പിന്റെ കുറവ് വരും. ഇത് കാണുന്നുണ്ടോ, നമ്മളിപ്പോ നേരത്തെ കണ്ട മേലിന്ന് ആ ഒരു പന്തലുണ്ടില്ലേ, അതിന്റെ താഴെ ചിരങ്ങ, അതുപോലെ പിന്നെ കൈപ്പക്ക, കംപ്ലീറ്റ് സംഭവങ്ങൾ കാഴ്ചയിരിക്കുന്ന കേട്ടോ. അത് ചിരങ്ങ അത് കഴിയുമ്പോൾ തന്നെ കുമ്പളം അതിന്റെ മുകളിൽ എത്തും. കുമ്പളം വരൂലേ? കുമ്പളം അതിന്റെ ഇടയിൽ ഇല്ലല്ല, വള്ളി കയറി പോണതാ. സമയം തീരുമ്പോൾ ഈ കുമ്പളത്തിന്റെ വള്ളി കംപ്ലീറ്റ് അടക്കും. അതിന് മേലെ വലുതുള്ള മത്തനല്ലേ, ചിരങ്ങ. ആണോ? ഈ ഒരു പന്തലിന്റെ നേരെ താഴെയുള്ള അവസ്ഥ കേട്ടോ. അത് ഇപ്പൊ തന്നെ ഒരു 10-20 കായ്കൾ പറിക്കാനുണ്ടല്ലേ? കൊടുക്കാറുണ്ടോ? പുറത്തേക്ക് കൊടുക്കാറുണ്ടോ? അത് പുറത്ത് പോണാണ്. പക്ഷെ അത് മുടക്കണോനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമില്ല എന്ന് ഞാൻ പറയും എപ്പോഴും. ഇത് ഉള്ളിൽ GI പൈപ്പാണ് ഉണ്ടാക്കിയ പന്തലാണ്, മൊത്തം പന്തലും GI പൈപ്പാണ്.
ഈ പൈപ്പിൻ്റെ മുകളിൽ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്താലുള്ളതാണ് ദോഷം എന്താ വെച്ചാൽ വേനൽക്കാലം വരുമ്പോൾ പൈപ്പ് ചൂടാവും. പൈപ്പ് ചൂടാവുന്ന സമയത്ത് നമ്മളെ വള്ളി അയിമ പോയി ടച്ച് ചെയ്താൽ ആ ഭാഗം കരിഞ്ഞു പോകും. അപ്പം പച്ചക്കറിക്ക് ഭയം ദോഷം ചെയ്യും. അതിന് അതിൻ്റെ മുകളിൽ നമ്മളൊരു HD ഹോസ് കൊണ്ട് ഒരു കവറിങ് കൊടുത്താൽ മതി, പ്ലാസ്റ്റിക്കിൻ്റെ HD ഹോസ്. അപ്പോൾ അത് തിരിച്ചാൽ തീരെ ഒക്കെ ചെയ്യും. ഉള്ളിൽ ഈ പൈപ്പാണ് ഇരുമ്പിൻ്റെ GI പൈപ്പ്. അത് ചെയ്യുമ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നല്ലോണം കരുതണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ പൈപ്പ് ഉണ്ടാക്കി GI പൈപ്പ് കൊണ്ട് പന്തലുണ്ടാക്കി അത് വള്ളിയൊക്കെ ഉണങ്ങി പോവാണ് എന്ന പരാതി വരും. അതിനുള്ളിൽ കൊള്ളത്തൂല. ഇതിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ചൂടാവില്ല. അപ്പോൾ വള്ളി കരിഞ്ഞു പോകാതെ കേട് വരാതെ നമുക്ക് 100% ഇതേമാതിരി ആ പച്ചപ്പിൽ അതിൻ്റെ മുകളിൽ കിട്ടും. എന്തെല്ലാം ഐഡിയകളല്ലേ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു. അത് ഈ മഞ്ഞ മല്ലികപ്പൂ ഉണ്ടായി നടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിപ്പോൾ അവിടെ ആ ഫോട്ടോയിലൊക്കെ മറ്റോടത്തൊക്കെ കാണും. ഒരുവിധം പ്രാണി ശല്യം ഈ മഞ്ഞ വെളിച്ച ശല്യങ്ങൾ സാധനങ്ങളൊക്കെ ഈ മഞ്ഞ പൂവാണ് ഇതിലേക്ക് വരും. നമ്മളെ കാർഷിക അതുകൊണ്ടാണ് ഇത് ഒരു മരുന്ന് അടിക്കാതെ ഒരു കേടുമില്ലാതെ ഈ മുളകൊക്കെ ഇത്രയും വൃത്തിയിൽ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഇതിലേക്ക് വരില്ല. ഇതിനെ പൂവിട്ടിട്ട് ആ ഒരു സമയത്ത് അത് വെച്ച് പ്രാണികൾ മുഴുവൻ അതിലേക്ക് അട്രാക്ട് ചെയ്യും. പുതിയ അറിവാ നമ്മള് ഗ്രാമത്തിലാണ് ജനിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊന്നും നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളാണ്. ഇതില് വേറെ കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഇപ്പം നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ഇവൻ ജനിച്ചു വളർന്ന സ്ഥലം, അതിന് തൊട്ടപ്പുറത്ത് വേറെ ഗ്രാമമുണ്ട്, അവിടെ ഞാൻ ജനിച്ചു വളർന്നത്. പക്ഷെ ഇങ്ങനെ സംഭവം ഉള്ളത് ഞങ്ങൾ ഇപ്പോൾ മിനിയാന്ന് ഇതിലിങ്ങനെ ചുമ്മാ ഒരു യാത്ര നടത്തിയപ്പോൾ, ഒരു ബൈക്ക് എടുത്തൊരു യാത്ര നടത്തിയപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നാൽ ഞങ്ങൾ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളും പഠിച്ചു അല്ലേ ഇക്കാ? യു ആർ ഗ്രേറ്റ്. ഒരു കൊല്ലം 3 മാസമായ തയ്യ. ഇതിന്റെ പ്രത്യേകത എന്താ ഇത് വെച്ചാല് ഇപ്പൊ എൻ്റെ താഴെ ഭാഗത്ത് നിലവിലിപ്പം കായ്ക്കണ തെങ്ങുണ്ട്. 2.5 കൊല്ലം കൊണ്ട് കായ്ക്കും. അത്യാവശ്യം തെറ്റില്ലാത്ത തേങ്ങ തരും. അത്യാവശ്യം വല്ലാതായിട്ട് പോവില്ല. തമിഴ്നാടിന്റെ പല്ലട എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇത് വരുന്നത്. പേര് രാംഗംഗ RG. ഇത് കഴിച്ച് നിൽക്കുന്നുണ്ടോ? തേങ്ങ റെഡ് കളറാണോ? ഇല്ല, പച്ച തേങ്ങ സാധാരണ കണ്ടില്ലേ? അതിന്റെ താഴെ ഭാഗത്തുണ്ട്. ആ താഴെ ഭാഗത്തുണ്ട് പൂമ്പാറ്റ ചെടി അല്ലേ? ഇതിന്റെ ഉള്ളിലാണ് പുഴു ഇതാവല്ലേ? ഉള്ളിൽ നിറച്ച് വിത്തുണ്ടോ? വിത്ത് ആ വിത്തുകൾ മുറിച്ച വീണ്ടും തൈ ഉണ്ടാവും. അതല്ല, ഈ ചെടി ഉണ്ടല്ലോ, അല്ല ഇതിന്റെ ഒരു പുൽച്ചാടിന്റെ ഒരു ഷേപ്പില്ലേ? കായ ഫുള്ള കായ ഇതല്ലോ ഒരു പ്രത്യേക വെറൈറ്റി ചെടി ഇതുണ്ടോ? ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പുൽച്ചാടിയില്ലേ, പുൽച്ചാടിൻ്റെ ഷേപ്പ് പോലെ തോന്നില്ലേ? ഇപ്പോൾ നമ്മൾ കണ്ട ചെടിയില്ലേ, അതിൽ കംപ്ലീറ്റ് പൂമ്പാറ്റകൾ ഇങ്ങനെ വന്ന് നിറയുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ആൾ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം കേട്ടോ. ഇവിടെ ഉണ്ടോ നേരത്തെ നമ്മൾ കണ്ട അതിൻ്റെ സൈഡിലായിട്ട് വലിയൊരു കുളമുണ്ട് ഇവിടെ. ഇതിനകത്തും ഒരുപാട് മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഈ തൂക്കിയിട്ടിരിക്കുന്നത് ഇത് കണ്ടോ, ഇതിനകത്ത് തേനീച്ചയാണ് കേട്ടോ അവർ വളർത്തുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് കംപ്ലീറ്റ് തെങ്ങ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഒരുപാട് വ്യത്യസ്ത ഇനം ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അതിൽ പോയിട്ട് കാണാം. ഇതുണ്ടോ, ഈ മാവിലൊക്കെ നിറച്ച് മാങ്ങ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൂക്കുന്ന സമയത്ത് ഈ പ്രാണികളല്ലേ, ഇതിനൊക്കെ ഉപദ്രവിച്ച പ്രാണികളെ ട്രാപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന സംഭവം കേട്ടോ അത്. ഇതിനകത്ത് നിറയെ പ്രാണികൾ ചത്തെടുക്കുന്നുണ്ട്. ഇവിടുത്തെ മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഹിന്ദിക്കാരനാണ് കേട്ടോ. ഹായ്, നമുക്ക് നാമൊക്കെ മദൻ, ഇതൊക്കെ ഒഡീസ വല്ല ചായ. ഇതിലുണ്ടോ അവിടെ ഈ സൈഡിൽ കംപ്ലീറ്റ് വാഴകളാണ് കേട്ടോ. അതുപോലെ ഈ തെങ്ങിൻ്റെ സൈഡിലുണ്ടോ അവിടെ ഒരു വൈറ്റ് ഒരു ചാക്ക് പോലത്തെ സംഭവം കെട്ടിയതുണ്ടോ. ഇതെന്തിനാന്ന് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ രാത്രിയും വൈകുന്നേരങ്ങളിലൊക്കെ പന്നിയുടെ ശല്യം ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരില്ല, പന്നി അങ്ങനെ ഈ ഒരു ഇതിലേക്ക് വരില്ല എന്ന് പറയണേ. മാംഗോസ്ട്രീ അല്ലേ? റംബുട്ടാൻ. പക്ഷെ ഇത് എന്താ പറയുക, വ്യത്യസ്ത സമയത്ത് കായ്ക്കുന്ന ഓരോ വ്യത്യസ്ത ഇനം പല വൃക്ഷങ്ങളില്ലേ? അതെ. അതായത് മൊത്തം തെങ്ങിൻ്റെ തോപ്പാണ്. അതിൻ്റെ ഇടയിൽ ഈ ഫ്രൂട്ട്സ്, ഓരോ വ്യത്യസ്ത ഇനം ഫ്രൂട്ട്സുകൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കണം. അതിൽ ആൾ പറഞ്ഞതെന്താണ്, ഇല്യാസ്ക ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മുടെ ഇത്രയും വലിയൊരു ഫാമിൻ്റെ നമ്മുടെ നാട്ടിലുള്ള എന്താ പറയുക, ചെറുപ്പം മുതലേ എന്താ പറയുക ഒരുപാട് അവാർഡുകളൊക്കെ അവാർഡ് കിട്ടിയില്ല ആൾക്ക്. കിട്ടിയ കൃഷി ജീവവായുവായി കൊണ്ടു നടക്കുന്ന ഒരാളാട്ടോ. ഇതുണ്ടോ,
ഇതിനിടയിലൊക്കെ ഇഷ്ടം പോലെ കായ്ച്ചിരിക്കുന്ന തെങ്ങാണ് മൂത്ത് വിളഞ്ഞിരിക്കുന്നത്. അത് വലിച്ചിട്ട് പോലുമില്ല തേങ്ങ. ഇതുണ്ടോ ഈ തെങ്ങിൻ തോപ്പിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ പിന്നെ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള വാട്ടർ സോഴ്സിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തേങ്ങ ഉണ്ടോ? അതിനെ കിളികൾ കൊണ്ട് കൊത്താതിരിക്കാൻ വേണ്ടി വലട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൽ മീൻ ഉണ്ടായിരിക്കും ചിലപ്പോൾ അല്ലേ. കിളികൾ ഇറങ്ങിയിട്ട് മീൻ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വല ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇത് സാൻഡോൾ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്സിൻ്റെ മരമാണ് കേട്ടോ, ഫിലിപ്പീൻസിൽ നിന്ന്. അപ്പോൾ ഇത് നിറയെ കായ്ക്കുന്ന മരമാണ്. ഇപ്പോൾ ഉണ്ടോ ഇവിടെ കായൊക്കെ നിൽക്കണം, മൊട്ട് പൂവ് ഇട്ടിരിക്കുന്നുണ്ട്. ഈ മരം കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കണ്ടുവരുന്ന ചാമ്പയ്ക്കല്ലേ, ചാമ്പയ്ക്ക എന്നൊക്കെ പറയും. ഇതും കായ്ക്കുന്ന സമയമല്ല, കായ് എന്താ പറയുക, പൂവൊക്കെ കഴിഞ്ഞ് മുട്ടിട്ട് ആ ഒരു കായായി വരുന്ന സമയമാണ് കേട്ടോ. ഇതുണ്ടോ ഈ സൈഡിലൂടെയൊക്കെ വളം, നാച്ചുറൽ വളത്തിൻ്റെ സോഴ്സസ് ആട്ടോ ഇതൊക്കെ. ചാണകം അതുപോലെയുള്ള മിശ്രിതങ്ങൾ തൊഴുത്ത് നേരിട്ട് വരുന്നല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞ വാട്ടർ സോഴ്സ് അത് അവിടെ ഉണ്ട്. ഈ ഒരു മരം ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ നമ്മുടെ ചിക്കുല്ലേ, സപ്പോട്ട, അതിൻ്റെ മരമെന്ന് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഇല ഒക്കെ നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ആ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരുന്നൊരു ഫ്രൂട്ടില്ലേ, ദുരിയാൻ. അതായത് ഫ്ലൈറ്റിലൊന്നും കയറ്റാതെ ഭയങ്കര എന്താ പറയുക സ്മെല്ല് വരുന്നൊരു, അപ്പോൾ അതിൻ്റെ ഇലയാണ്, അതിൻ്റെ മരമാണെന്നൊക്കെയാണ് ഗൂഗിൾ പറയുന്നത് കേട്ടോ. ഈ ഒരു ചെടി നമ്മുടെ നാട്ടിലെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാടൻ കറിവേപ്പില. ഇത്രയും വലിയ മരമാവും ഈ കറിവേപ്പില എന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പോഴാട്ടോ അറിയാം. കറിവേപ്പില അപ്പുറത്തുണ്ടോ തേങ്ങ ഉണ്ടായിരിക്കുന്നത്. വാവ്, ഇവിടെയുണ്ട് മറ്റൊരു ചെടി കറിവേപ്പില. എന്താ പറഞ്ഞേ പ്രീത്ത്? ഇതെന്താണാവോ? നോട്ടെ ഉണ്ടോ ഈ മരത്തിന് മേലുണ്ട്? അതെ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്നേ വരെ കാണാത്ത ഫ്രൂട്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതെന്താണെന്ന് അറിയില്ല. അതൊന്ന് ഫോട്ടോ എടുത്ത് നോക്കി. സ്മെല്ലുണ്ട് അതിന്, അലമ്പ് സ്മെല്ല്. ഇതുണ്ടോ ഈ സാധനമാണ് കേട്ടോ. ഫ്രൂട്ടിൻ്റെ സ്മെല്ലൊന്നുമില്ല, വേറെ എന്തൊരു സ്മെല്ലല്ലേ. ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു ഡീറ്റെയിൽ കേട്ടോ. നിങ്ങൾ തന്നെ പതുക്കെ വായിച്ചു നോക്കിക്കോ. കണ്ടോ, നമ്മളറിയാത്ത കാണാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് അല്ലേ പ്രീത്തെ? ഇതെന്താണ് സംഭവം മനസ്സിലായില്ല. ഇതുണ്ടോ വെറൈറ്റി ഇനം തേങ്ങ, ചെന്തങ്ങ. അത് ഉണ്ടോ, അടിപൊളി തേങ്ങ. വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പറിക്കാം. ഇതുണ്ടോ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത്, പന്നികളെ എന്താ പറയുക പേടിപ്പിച്ച് ഓടിക്കാനുള്ള തന്ത്രം. പിന്നെ അത് അപ്പുറത്തൊരു പേരക്ക മരമുണ്ട്, ഒരു വെറൈറ്റി ടൈപ്പ് വാഴയുണ്ട്. 2018 വെള്ളപ്പൊക്കല്ലേ, ആ 2018 വെള്ളപ്പൊക്കത്തില് നിലമ്പൂർ കാടുകളിൽ നിന്ന് മൊത്തം പന്നികള് കുറെ എണ്ണം ഒഴുക്കിൽപ്പെട്ടിട്ട് ഈ ഭാഗങ്ങളിൽ കയറി. അതിനുശേഷം ഇവിടെ ഭയങ്കര പന്നിശല്യം. അതെ, അതിന് മുമ്പ് വരെ 2019 മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ പന്നിയില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ തറവാടില്ലടാ, അവിടെ അനിയൻ പറയേണ്ട ഒരു ദിവസം പന്നി ഇറങ്ങി. ഇത് നാരങ്ങല്ലേ, ആ ഒരു വാഴ ഉണ്ടടാ, ഭയങ്കര ഒരു വെറൈറ്റി വാഴ പോലെ തോന്നുന്നു. ഇതോ അല്ലടാ, ഇതോ. പക്ഷെ ഇത്ര ആയിട്ടുള്ളൊരു വാഴ ഞാൻ ആദ്യമായിട്ടാണ്. ഇവിടെ താഴെ ഒരു ടയർ കുത്തി വെച്ചത് കണ്ടോ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി സ്റ്റൈലുള്ളൊരു കൃഷിയാണ് ഇതോ. ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലടാ, ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ വന്നിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് തുമ്പത്താണ് സാധനം. അതെ, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വന്നിട്ട് കംപ്ലീറ്റ് ചുറ്റിലിങ്ങനെ സീസണാണ് ഈ കാഴ്ച. അതെ, ചുറ്റിലിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കും. അതിൻ്റെ അത് ഇങ്ങനെ വളർന്ന് വലുതായ സംഭവം അവിടെയൊക്കെ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടും നമ്മുടെ നാട്ടിൽ വളരും, കൃഷി ചെയ്യാമെന്നാണ് കേട്ടോ. അതെ, ഇത് എന്താ പറയുക, പ്രത്യേക ബ്രീഡ് വിയറ്റ്നാം ചക്ക അല്ലേ. കണ്ടോ, ഏത് കാലത്തും ഇതല്ലേ ഏത് ടൈമിലും കണ്ടോ, ഇത്ര ഹൈറ്റിൽ ചക്ക നമുക്ക് കിട്ടും. പ്ലാവുമ്മ കയറുന്ന എന്താ പറയുക, പ്ലാവുമ്മിൽ കയറുക, തോട്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്തയെ ടെൻഷനേ കണ്ട. ഈ സൈഡിലുണ്ട് കേട്ടോ വെറൈറ്റി ആ ഒരു ടൈപ്പ്. ഇതുണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാകുന്ന ആ ഒരു ചെടി, ആ ഒരു ടയറിനുള്ളിലൂടെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. ഇതിൻ്റെ ഈ തുമ്പത്തല്ലേ ഫ്രൂട്ട് ഉണ്ടാകുന്ന പറഞ്ഞാൽ
അതായത് ഇതുപോലെ കാഴ്ചയിരിക്കുന്ന ഇതിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിനെ കായില്ല. ഇതിലുണ്ടാകുന്ന ഫ്രൂട്ട്സുകൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഒന്ന് കൃഷി പ്രൊഡക്ഷനുള്ള മാത്രവും രണ്ടാമത് പുള്ളിക്ക് ഒരു നഴ്സറി ഉണ്ട്. നഴ്സറിയില്ല, നഴ്സറികളിലേക്കുള്ള തൈകൾ പുള്ളി ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട് പലതരം സാധനങ്ങൾ, തൈകൾ അതവിടെ ഉണ്ടല്ലോ, നമുക്ക് പോയി കാണാമല്ലോ അല്ലേ.